ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ ഇറങ്ങി. ഇന്നാണ് എനിക്ക് വിസ പുതുക്കേണ്ട ദിവസം. എനിക്ക് 6 മാസത്തേക്കായിരുന്നു വിസ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പെർമനൻറ്റ് റെസിഡൻസ് വിസയിൽ കിട്ടാൻ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ മാസം 8-ാം തീയതി, അതായത് മാർച്ച് 8-ാം തീയതി ആയിരുന്നു എനിക്ക് ആ എംബസിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നേരം അവിടെ പോയി നമ്മുടെ ബയോമെട്രിക് ഫോട്ടോയും നമ്മുടെ തമ്പും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്നത്തേക്കാണ് ഡേറ്റ് കിട്ടിയത്, ഏപ്രിൽ 9-ാം തീയതി. 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ചെല്ലുമ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും പഴയ വിസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ 100 യൂറോയാണ് അതിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. 9:10 ആണ് അപ്പോയിൻമെൻറ്റ് ടൈം തന്നേക്കുന്നത്. ഇപ്പോൾ സമയം 8:10 ബസ് ഉണ്ടോ നോക്കണം. പെട്ടെന്ന് തന്നെ എത്തണം, കറക്റ്റ് ടൈമിൽ എത്തണം. ഇനി ബസ് 8:18 ഉള്ളൂ, അടുത്ത ബസ്. സമയം 8:10 കഴിഞ്ഞു. ഞാനിവിടെ ഡിസംബർ 7-നാണ് ഇവിടെ ജർമ്മനിയിൽ എത്തുന്നത്. ഡിസംബർ 1 തൊട്ട് എനിക്ക് ട്രാവൽ ചെയ്യായിരുന്നു. ഡിസംബർ 1 തൊട്ട് മെയ് 31 വരെയാണ് എനിക്ക് വിസ അടിച്ചിട്ടുണ്ടായിരുന്നത്, 6 മാസം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് എംബസിയിൽ നമ്മൾ മെയിൽ അയച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഡോക്യുമെൻ്റാണ് അവർ ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ തിരിച്ച് മെയിൽ അയച്ച് കൊടുത്ത് അത് കഴിയുമ്പോൾ അവർ നമുക്കൊരു ഡേറ്റ് തരും. അങ്ങനെയാണ് എനിക്ക് മാർച്ച് 8-ാം തീയതി ഡേറ്റ് കിട്ടിയത്. മാർച്ച് 8-ാം തീയതി ഡേറ്റ് കിട്ടിയ അന്നേരമാണ് ഈ തമ്പും നമ്മുടെ തമ്പ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ പാസ്പോർട്ടിലുള്ള വിസയും നമ്മുടെ ഫോട്ടോയും, ഇത്രയും കാര്യങ്ങളാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പം അവർ അന്നേരം തന്നെ എനിക്ക് ഏപ്രിൽ 9-ാം തീയതിയിലേക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് തന്നു. ഇനിയിപ്പം ഇന്നവിടെ പോയിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്ററും അതുപോലെ നമ്മുടെ പഴയ വിസയും പിന്നെ പറഞ്ഞത് 100 യൂറോയാണ് പറഞ്ഞതിൻ്റെ ഫീസ്. അപ്പോൾ ഇത്രയായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സമയം 8:15. ഇപ്പോൾ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നല്ല ദൂരമുള്ള പോലെ തോന്നുന്നു ഇവിടെ ഇരുന്നിട്ട്. ഇന്നത്തെ ബസ്സിന് ഭയങ്കര നീളമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര സീറ്റില്ല, പക്ഷെ നീളം ഭയങ്കര കൂടുതലാണ്. 2 സീറ്റൊക്കെ ആയിട്ട്. ബാംഗ്ലൂരൊക്കെ ഇതുപോലത്തെ ബസ്സുണ്ട്, പക്ഷെ ഇത്ര നീളം അവിടെ ഇല്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായി, അതാണ് പെട്ടെന്ന് തന്നെ പോകുന്നത്. ഇന്ന് 8 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. ഇവിടുന്ന് 2 ബസ് കയറി വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. സെൻറ്റ് പൗളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഇവിടുത്തെ എംബസി വരുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റുഡിയോ മാർക്കറ്റിൽ പോയി ഇറങ്ങി അവിടുന്ന് 14 നമ്പർ ബസ് കയറിയിട്ട് വേണം ഈ എംബസിയിൽ അങ്ങോട്ടേക്ക് പോകാൻ. ഞാൻ ബസ് ഇറങ്ങി ഇവിടുന്ന് ഇനി 14 നമ്പർ ബസ്സിന് കയറി വേണം പോകാൻ. 14 ഇനി ഫ്രൻസ്ബുർഗ് ഫ്യോഡെ പാർക്ക് 8:47 ഉള്ളൂ. കേസ് എൻ്റെ ബസ് ഇതുവരെ വന്നില്ല. ഇനിയുണ്ട് 10 മിനിറ്റ് കൂടി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഒരു 15 മിനിറ്റോളം ഉണ്ട്. സമയത്തിന് എത്തിയില്ലെങ്കിൽ പ്രശ്നമാവും. ഇനി 2 മിനിറ്റും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് വരുന്നുണ്ട്. ഞാനിങ്ങനെ സെൻറ്റ് പൗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് എംബസി. ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ എംബസി. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, മാർച്ച് 8-ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ എൻ്റെ എംബസീൻ്റെ ഫ്രണ്ടിലെത്തി. സമയം 9 മണിയായി. ഇപ്പോൾ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ സമയത്ത് തന്നെ എത്തി, 10 മിനിറ്റ് നേരത്തെ എത്തി. അതുകൊണ്ട് കുഴപ്പമില്ല. 10 മിനിറ്റ് കറക്റ്റ് ടൈമിന് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. നേരത്തെ എത്തിയിട്ടും കാര്യമൊന്നുമില്ല, കറക്റ്റ് ടൈമിന് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. ബസ്സെല്ലാം കറക്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തി. അങ്ങനെ വിസ കിട്ടി, പുതുക്കി കിട്ടി. 1 വർഷത്തേക്കേ അടിച്ചുള്ളൂ.
ചിലവർക്കൊക്കെ 3 വർഷത്തേക്കൊക്കെ അടിക്കുന്നുണ്ട്, ചിലവർക്ക് 1 വർഷത്തേക്കേ അടിക്കുന്നുള്ളൂ. അങ്ങനെ എന്തായാലും ഇനി അടുത്ത വർഷം മാർച്ച് 7-ാം തീയതി വരെയാണ് അടിച്ചേക്കുന്നത്. ഞാനങ്ങനെ തിരിച്ച് സൂര്യ മാർക്കറ്റിലെത്തി. എനിക്കൊന്ന് മൊബൈൽ റീചാർജ് ചെയ്യാനുണ്ട്. ഞാനൊരു മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത് ഇവിടെ. ബാക്കി വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് റീചാർജ് ചെയ്യണം. ഞാനിവിടെ ലൈക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ല നെറ്റും നല്ല സ്പീഡുണ്ട്, എല്ലായിടത്തും നല്ല റേഞ്ചുണ്ട്. ഒരു മാസത്തേക്ക് 10 യൂറോയാണ്. 7 GB നെറ്റും ലോക്കൽ കോളുകളും കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടുത്തെ ഇപ്പോൾ നല്ല മഴയായി. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലെത്തി, അപ്പാർട്ട്മെൻറ്റിലെത്തി. ബർത്ത്ഡേ ടു യു. ഇന്ന് നീനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് പുറത്തുനിന്നാണ്. ഇവിടെ 2 ഇന്ത്യൻ കടയുണ്ട്, അതിലൊന്ന് ഇപ്പോൾ ക്ലോസ് ആണ്, ഒരെണ്ണം ഉണ്ട്, ഒന്ന് അജയും. അപ്പം അജയ് എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഒരു ഹോട്ടലാണ്. ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കണം. തലങ്ങും വിലങ്ങും പട്ടിയാണല്ലോ ഇനി. ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. 1 മണി കഴിഞ്ഞു. നമ്മുടെ അജയ് റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. നേരെ വന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ബസ്സിന് വന്ന് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി, വഴി തെറ്റിപ്പോയി ഗൈസ്. എന്നിട്ട് തിരിച്ച് ഇനി 1 കിലോമീറ്റർ മഴ നനഞ്ഞ് നടക്കണം. ഇന്ന് ഫുള്ള് മഴ. ഇവിടെ എല്ലാ ഇങ്ങനത്തെയുള്ള സ്ട്രീറ്റുകളിലെല്ലാം ഇങ്ങനത്തെ ഷൂ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്കറിയത്തില്ല, എന്തിനാന്നുള്ള കാര്യം. ഇവിടുത്തെ എന്തോ ആണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല ശരിക്കും. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നീനുവിന് വഴി അറിയാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, 1 ബസ് കയറി നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നു. നടക്കണം. ഇവിടെ എല്ലാവരും ആരോഗ്യം നോക്കുന്ന ആൾക്കാരാണ്. മഴയല്ലേ, അപ്പോൾ നമ്മൾ മഴയൊക്കെ നനയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ അയവിറക്കും. അങ്ങനെ പൂമരച്ചൂട്ടില് എത്രയുണ്ട് നടക്കാത്തരുണ്ട്? 1 കിലോമീറ്ററോ കറങ്ങി നടന്നതൊക്കെ നമുക്ക് ഓർമ്മ വരും. ചൈന ബായ്. അങ്ങനെ ഞങ്ങള് അജയ് കുസീന, ഇന്ത്യൻ കുസീന എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലെത്തി. എന്താ ഉള്ളത്? എന്താ ഉള്ളത്? സലാഡ്, മിക്സഡ് സ്റ്റാർട്ടർ ഉണ്ട്, പപ്പടം സ്പെഷ്യല്, തന്തൂരി ടിക്ക, സമൂസ, ചിക്കൻ ടിക്ക ഉണ്ട്, ചിക്കൻ ടിക്ക, സലാഡ്, മിക്സഡ് സ്റ്റാർട്ടർ, ടിക്ക മസാല, കറി. അവസാനം ബിരിയാണിയിലോട്ട് വരും. ബിരിയാണി കാണുന്നില്ലല്ലോ. ഇതല്ലേ ബിരിയാണി? വടാപ്പാവ്, പനീർ പാവ്, ചിക്കൻ പാവ്. അത്യാവശ്യം നല്ലോണം ഉണ്ടല്ലേ ഇവിടെ. നല്ല കുറേ മെനു ഉണ്ട് ഇവിടെ. ഡ്രിങ്ക്സ് ഉണ്ട്, ബിയർ ഉണ്ട്, സോഫ്റ്റ് ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്. ഇതല്ലേ ഡ്രിങ്ക്സ്? ഇതാ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ലസ്സി ഇതാ, മാംഗോ ലസ്സി, സ്റ്റാർട്ടർ ലസ്സി. ഇതല്ലേ ഹൗസ് കെ മാക്ടെ ഇൻഡീഷ്യസ് ഡ്രിങ്ക്. ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ. ഞാൻ ഡ്രിങ്ക്സ് ആയിട്ട് കോളയാണ് പറഞ്ഞത്. മാംഗോ ലസ്സിയാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട്?
അല്ല സൂപ്പർ. പുളിയുണ്ടോ? മീഡിയം. മീഡിയം. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു. ഇത് പഞ്ചാബി സ്റ്റൈൽ ബിരിയാണിയാണ്. എന്തെല്ലാം വെച്ചിട്ടുണ്ട് ഗാർണിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഇത്? തൈരല്ലേ? അതൊരു സലാഡ് പോലെ. സലാഡല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഇത് കഴിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ചിക്കനുണ്ട്. കണ്ടിട്ട് നല്ല സ്പൈസിയാന്ന് തോന്നുന്നു. ഞങ്ങൾ മീഡിയം സ്പൈസിയാണ് പറഞ്ഞത്. ചൂടുണ്ട്. ആവി പറക്കുന്നുണ്ട്. ഇത് എടുക്കാം അല്ലേ? വലിയ സ്പൈസി ഇല്ല, മീഡിയം ഉള്ളൂ. ഉള്ളോ? ഇതും കൂടി ഇങ്ങനെ രസമുണ്ട് കേട്ടോ. ഇതൊഴിച്ച് മിക്സ് ചെയ്ത് ചിക്കനും കൂടി ഇങ്ങോട്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. പാത്രം ഭയങ്കര നീക്കി വെക്കാം, നമുക്ക് നേരെ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? ആണോ? മുഴുവനും അങ്ങനെ നീനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നീനു തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യൽ സേമിയ പായസം ഞാൻ കഴിച്ചു നോക്കുവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കിയേ. അല്ലേ? അടിപൊളിയാ. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നല്ലതാന്ന് പറഞ്ഞു. ചെറിയൊരു കേക്ക് കട്ടിങ്ങോട് കൂടി ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി അവസാനിപ്പിച്ച് അറിയിച്ചു കൊടുക്കുന്നു. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നീനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ പരിപാടി. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് വിസ കിട്ടി, പുതുക്കി കിട്ടി. അതുപോലെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ, ബൈ.